വളരെയധികം സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സന്തോഷമല്ലേ? ബലൂണൊക്കെ കിട്ടിയോ? എല്ലാവരും ഹാപ്പിയാണോ? കയ്യിലൊരു കവറില്ല നിങ്ങളുടെ കയ്യിൽ? അതാര് തന്നതാ? മിസ് തന്നതാ? അത് എൻ്റെ വകയാ കേട്ടോ. തുറന്നു നോക്കിയോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ ആരാണ്? 1ാം ക്ലാസ് PK ഫിറോസ് അല്ല, 1ാം ക്ലാസ്സിലേക്ക് ചേരുന്ന കുട്ടികളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ. അവരെ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്ത് 1ാം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. തൊപ്പിട്ടവരാണോ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്നത്? അച്ഛമ്മേ, തൊപ്പിട്ട കുട്ടികളാണോ? നമ്മുടെ തൊപ്പിയിട്ട കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക്. ഇല്ലേ, ബലൂണൊക്കെ കിട്ടി, സമ്മാനമൊക്കെ കിട്ടി. അവർ വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? സ്കൂളിൽ വരാൻ ഹാപ്പിയാണോ? എന്തിനാ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ ഇഷ്ടമാണോ? നന്നായി പഠിക്കണം. റെഡിയാണോ? എന്തിനാ പഠിക്കുന്നത്? മാർക്ക് വാങ്ങാൻ, നല്ല വിവരം ഉണ്ടാവാൻ അല്ലേ? അപ്പൊ നമുക്കൊക്കെ നല്ല വിവരമുള്ള കുട്ടികളായി മാറാൻ, നല്ല മുതിർന്ന പൗരന്മാരായി മാറാൻ, വിദ്യാഭ്യാസമുള്ള വിവരമുള്ള നാളത്തെ രാജ്യത്തെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തലമുറയായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വിദ്യ നേടുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ പേരിലാണ് നിങ്ങളെല്ലാവരും ഈ സ്കൂളിൽ ചേർത്തത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് അറിയപ്പെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലാണെങ്കിൽ നാളുകളിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത്. ഇതുപോലെ തമിഴ്നാട്ടില് രാമേശ്വരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജെയിൻ ലാബിദിന്റെയും ഐഷുമ്മയുടെയും മകനായി നിങ്ങളെപ്പോലെ ഒരു ദിവസം ഒരു ചെറിയ കുട്ടി നടന്ന സ്കൂളിൽ പോയിരുന്നു. ആ കുട്ടിയുടെ പേരാണ് APJ അബ്ദുൽ കലാം. പിന്നീട് ആ കുട്ടി വളർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. പിന്നീട് APJ അബ്ദുൽ കലാമിന്റെ പേരിലായി APJ അബ്ദുൽ കലാമിന്റെ വാപ്പയും ഉമ്മയും ഒക്കെ അറിയപ്പെട്ടത്. എന്തിനേറെ പറയുന്നു, തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന സ്ഥലം പോലും അറിയപ്പെട്ടത് പിന്നീട് APJ അബ്ദുൽ കലാമിന്റെ പേരിലാണ്. അതുപോലെ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഓരോ നാടും നാളുകളിൽ അറിയപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നന്നായി പഠിക്കണം. നിങ്ങൾ നന്നായി പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്കൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? നിങ്ങളെപ്പോലെ കണ്ണ് കാണാൻ കഴിവില്ലാത്ത, കേൾവി ശക്തി ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അമേരിക്കയിലാണ് ജനിച്ചത്. 1 വയസ്സും 3 മാസവും ഉള്ള സമയത്ത് ആ കുട്ടിയുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. ആ കുട്ടിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു, സംസാരിക്കാൻ കഴിയാതായി. ആ പെൺകുട്ടിയുടെ പേരാണ് ഹെലൻ കെല്ലർ. നിങ്ങൾ ആലോചിച്ചൊക്കെ, കാഴ്ച ശക്തി ഇല്ലാത്ത, കണ്ണ് കാണാത്ത, കേൾവിയില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടി എങ്ങനെയായിരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടാവുക? സ്കൂളിൽ പോയി, 7ാം ക്ലാസ് മുതൽ സ്കൂളിൽ പോയി. ആ കുട്ടിക്ക് നല്ലൊരു ടീച്ചറെ കിട്ടി. ആനി സുള്ളീവൻ എന്നായിരുന്നു ആ ടീച്ചറുടെ പേര്. ആ ടീച്ചർ പിന്നെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, കണ്ണ് കാണാത്തൊരു കുട്ടി, കേൾവിയില്ലാത്തൊരു കുട്ടി, സംസാരിക്കാൻ കഴിയാത്തൊരു കുട്ടി പഠിക്കാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടി പഠിച്ചു എന്ന് മാത്രമല്ല, വലിയ ആളായി. 40 രാജ്യങ്ങളിൽ പിന്നീട് അവർ ക്ലാസ് എടുത്തു. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ഡിപ്ലോമ നേടിയ ഒരു പെൺകുട്ടിയായി, കേൾവി ശക്തിയില്ലാത്ത, കാഴ്ച ശക്തിയില്ലാത്ത, സംസാരശേഷി ഇല്ലാത്ത ആ കുട്ടി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര ഭാഗ്യവതികളാണ്. അപ്പൊ നമ്മൾ നന്നായി പഠിക്കണ്ടേ? നല്ല രീതിയിൽ പഠിച്ച് വലിയ ആളായി മാറാൻ നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രവേശനോത്സവം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.